दया करो राधे, दया करो, दया करो राधे, दया करो, राधे किशोरी दया करो, श्यामा लाडली दया करो, कंस दीन न कोई जग में, बान दया की तनक धरो, बान दया की तनक धरो, राधे किशोरी दया करो, श्यामा लाडली दया करो, सधदरी दीदन पे श्यामा, सधदरी दीदन पे श्यामा, एक विश्वास जो मन ही करो, एक विश्वास जो मन ही करो, राधे किशोरी दया करो, राधे किशोरी दया करो, श्यामा लाडली दया करो, श्यामा लाडली दया करो. हरे कृष्ण. धा माधव जय कुंज बिहारी, जय राधा माधव जय कुंज बिहारी, जय गोपी जनवल्लभ जय गिरिवरधारी, जय राधा माधव जय कुंज बिहारी, यशोदनन्दन व्रजजनरञ्जन, यशोदनन्दन व्रजजनरञ्जन, यशोदनन्दन व्रजजनरञ्जन, यमुना तीरावनचारी, जय कुंज बिहारी, जय राधा माधव जय कुंज बिहारी, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे रामा राम राम हरे हरे. हरे कृष्ण. ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മജീവമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാഗപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം
തഥോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണുഗോസ്വാമിനി ദാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി ദാമിനി. നമസ്തേ സരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതുപോലെ എല്ലാവർക്കും നല്ലൊരു കൃഷ്ണാവബോധത്തോടു കൂടിയ നല്ലൊരു പുതിയ സംവത്സരം, ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമുക്ക് ഭാഗവതം 17ാം സ്കന്ധം 17ാം സ്കന്ധം 34ാമത്തെ ശ്ലോകമാണ് അല്ലേ? ഹരേ കൃഷ്ണ. 33 ആണ്. 33 ഇനി 33. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഇവരെ ഒന്നും പഠിച്ചില്ല, ആർക്കും ഒന്നും അറിയില്ലല്ലേ? ഓക്കെ. ഭാഗവതം. കലിയെ ശിക്ഷിക്കാനായിട്ട് രാജാവ് നിർത്തിയിരിക്കുന്നു. അപ്പൊ അവർ ചോദ്യം ചെയ്യുന്നു, എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ. ഹരേ കൃഷ്ണ. കലിക്കുള്ള ശിക്ഷ. ധർമ്മമെല്ലാം നഷ്ടപ്പെട്ട് ഈ ഹരിനാമ കീർത്തനം മാത്രമേ ഉള്ളൂ ഈ കലിയുഗത്തിൽ മുക്തിക്കായിട്ടൊരു മാർഗം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ ആദ്യം തൊട്ട് ഓർത്താല് ഭാഗവതം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? ആരിൽ നിന്നൊക്കെയാണ് ഭാഗവതം കിട്ടിയത്? ഭാഗവതം ആദ്യം ആരിൽ നിന്ന് ആർക്ക് ലഭിച്ചു? ബ്രഹ്മദേവനിൽ നിന്ന് നാരദർക്കും നാരദനിൽ നിന്നും ആദ്യം ആരിൽ നിന്നാണ്? ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മദേവൻ തപസ് ചെയ്ത് ബ്രഹ്മദേവന് കിട്ടി അല്ലെ? ബ്രഹ്മദേവന് കിട്ടി. ബ്രഹ്മദേവൻ പിന്നെ പിന്നീട് നാരദ മഹർഷി വ്യാസദേവൻ ശുഗബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ ശുഗബ്രഹ്മർഷിയിൽ നിന്ന് അത് അങ്ങനെ സൂതഗോസ്വാമിയിൽ നിന്നാണ് നമുക്ക് ഭാഗവതം കിട്ടുന്നത്. ഞാന് പറഞ്ഞതുപോലെ ഭാഗവതത്തിൽ ആദ്യം ശുകദേവ് ഗോസ്വാമി ഈ ഭാഗവതം കേൾക്കുന്നതിന് പോലും നിന്നില്ല എന്ന് പറഞ്ഞു അല്ലെ? ഭാഗവതം കേൾക്കാതെ പോയി. അപ്പൊ ഏതൊക്കെ ശ്ലോകങ്ങളാണ് അവിടെ ശുകദേവ് ഗോസ്വാമിയെ പിടിച്ചു നിർത്താൻ വേണ്ടി വ്യാസദേവന്റെ ശിഷ്യന്മാര് പറഞ്ഞത്? ഏതെങ്കിലും ഒരു ശ്ലോകം പറയാമോ? ഞാൻ 3 ശ്ലോകം പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെ ശ്ലോകങ്ങളാണ് പ്രധാനമായിട്ട്? ആർക്കെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ബർഹാവതം എന്ന് പറയുന്ന ശ്ലോകം. അതെ, ഒന്ന് അതാണ്. ബർഹാപീഠം നടവരവയോ കർണികാരം വിഭ്രത്പാസനകവിശം വൈജയന്തിം ശമാലാം ചന്ദ്രൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം.
എന്തിനെ കുറിച്ചാ പറയുന്നത്? ഭഗവാന്റെ സ്വരൂപ വർണ്ണന അല്ലേ? ഭഗവാൻ എങ്ങനെയാണ്, മറക്കരുത്, ഇത് കേട്ടിട്ട് നിങ്ങൾ അങ്ങ് പോയാൽ മറക്കരുത്. ഈ ശ്ലോകം നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. എന്നുവെച്ചാൽ അത് പറയാനങ്ങ് ബൈഹാർട്ടായിട്ട് കിട്ടിയില്ലെങ്കിലും അത് പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ, പല പ്രാവശ്യം പഠിച്ചെങ്കിലേ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ നിൽക്കുന്നത്? നമുക്കെല്ലാം അറിയാം. ബർഹാപീഠം തലയിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തുവാ ഈ ബർഹാപീഠം എന്ന് പറയുന്നത്? മയിൽപ്പീലി. ബർഹാപീഠം. പിന്നെ ഭഗവാൻ നിൽക്കുന്നത് എങ്ങനെയാ? നടവര വപു അല്ലെ? എങ്ങനെയാ നിൽക്കുന്നത്? കാലുകൾ പിണച്ചു വെച്ച് ഡാൻസ് ചെയ്യാൻ നിൽക്കുന്നത് പോലെ നടവരനായിട്ട് നിൽക്കുന്നു. നടവര വപു, ശരീരം നടവര ജീവിതത്തിൽ കാല് വളച്ചു വെച്ചുകൊണ്ട്. അപ്പം തലയിൽ എന്തുണ്ട്? മയിൽപ്പീലിയുണ്ട്. കാല് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ശരീരം പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ കർണയോ കർണികാരം, കാതിൽ എന്തുണ്ട്? നല്ല കർണികാ പുഷ്പങ്ങൾ തൂക്കിയ അത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. കാതിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു കർണികാ പുഷ്പങ്ങളും വെച്ച്. ബിഭ്രത്വാസ, എന്ത് വസ്ത്രം? ഏതരം വസ്ത്രമാ ഭഗവാൻ ഉടുക്കുന്നത്? മഞ്ഞപ്പട്ട് അല്ലേ? ബിഭ്രത്വാസ കനക കവിശം, അതങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണ് അല്ലെ? പിന്നെ ഇട്ടിരിക്കുന്നത് എന്താണ്? വൈജയന്തി ചമാലാം. ആരാ ഇട്ടിരിക്കുന്ന? ഭഗവാൻ വൈജയന്തി മാല ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. 6 തരം പുഷ്പങ്ങൾ കൊണ്ട്, കാനനത്തിലെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ പുഷ്പമാലകളും അണിഞ്ഞ്, വൈജയന്തി മാലയും അണിഞ്ഞ്. പിന്നെ കൈ പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാം എന്താ? രന്ധ്രൻ വേണോരഥസുധയാ. എന്താണ്? കയ്യിൽ ഓടക്കുഴല്, അതിൽ നിന്ന് വരുന്നതോ അതിന്റെ രന്ധ്രങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ അധരസുധ ഇങ്ങനെ ഈ വരുന്നു. രന്ധ്രൻ വേണോരഥരസുധയാ ആപുരയൻ ഗോപവൃന്ദൈർ. അതുകൊണ്ട് മുഖരിതമാക്കിക്കൊണ്ട്, എന്തൊക്കെ കൊണ്ട് മുഖരിതമാക്കി? ആദ്യമേ ബർഹാപീഠം, മയിൽപ്പീലി അണിഞ്ഞു. പിന്നെ നട വരുന്നു, കർണികാര പൂക്കൾ അണിഞ്ഞിട്ടുണ്ട്. വിപ്രദ്വാസം, മഞ്ഞപ്പട്ടുവാടെ ഉടുത്തിട്ടുണ്ട്. കനക കവിശം, അത് നല്ല കനകത്തിന്റെ സ്വർണ്ണ നിറത്തിലുള്ളതാണ് കനക കവിശം. പിന്നിട്ടിരിക്കുന്നു വൈജയന്തി മാലയും ധരിച്ചിട്ടുണ്ട്. പിന്നെ രന്ധ്രൻ വേണോർ അധരസുധ. രന്ധ്രം എന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്കുള്ള ദ്വാരങ്ങളിൽ കൂടി, രന്ധ്രൻ വേണോർ, വേണുവിന്റെ ഇടയ്ക്കുള്ള ദ്വാരങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ അധരസുധ ഇങ്ങനെ ഒഴുകി എത്തുന്നു. രന്ധ്രൻ വേണോർ അധരസുധയാ ആപൂരൻ, അതുകൊണ്ട് നിറച്ചുകൊണ്ട്, അവിടെ എല്ലാം അതുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട്. പിന്നെ എന്താണ്? ആരുണ്ട് കൂടെ? ഗോപവൃന്ദൈർ, ഗോപന്മാരിങ്ങനെ കൂടെ നടക്കുകയാണ്. ഗോപവൃന്ദൈർ. അങ്ങനെ ആ വൃന്ദാരണ്യത്തിലേക്ക്, വൃന്ദാവനത്തിലെ മണ്ണിലേക്ക് എന്ത് ചെയ്യുന്നു? സ്വപദരമണം, തന്റെ സ്വന്തം പദങ്ങൾ വെച്ചുകൊണ്ട് ആ രമണൻ എന്ത് ചെയ്യുകയാണ്? സ്വപദരമണം പ്രാവിശീർത്തി, ഇങ്ങനെ പാടിക്കൊണ്ട് അതാ ഇറങ്ങി വരുന്നു ഭഗവാൻ. അപ്പം നമ്മള് ഭഗവാനെ അങ്ങ് കാണുകയാണ്. എങ്ങനെയാണ്? എന്തൊക്കെ ഉണ്ട്? ബർഹാപീഠം, മയിൽപ്പീലി വെച്ചിരിക്കുന്നു. നടവരവപ്പിലാണ് വരുന്നത്. കർണികാരപ്പൂക്കൾ അണിഞ്ഞിട്ടുണ്ട്. നരക കവിശത്തോടുകൂടി വിപ്രത്വാസമാണ് ഇട്ടിരിക്കുന്നത്. വൈജയന്തി മാല ഇട്ടിട്ടുണ്ട്. നല്ല ഓടക്കുടലും പിടിച്ചുകൊണ്ട് അതാ എന്താണ്? ആ വൃന്ദാവനത്തിലെ മണ്ണിൽ അതാ ഇറങ്ങി വരുന്നു ഭഗവാൻ സഖിമാരോടും ഒത്ത് എന്നാണ് ഇവിടെ ഈ ശ്ലോകം. അത് കേട്ടപ്പോഴാണ് ഭഗവാൻ ഇത്രയും എന്താണ്, ഭഗവാന് രൂപമുണ്ടോ എന്ന് തോന്നിയത്. അതുവരെയും അദ്ദേഹം ആരായിരുന്നു? ആത്മാരാമനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വയം രമിക്കുന്നവനായിരുന്നു. ഭഗവാനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരുന്ന, ഭഗവാന്റെ രൂപത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആ ഒരു ശ്ലോകം ഇതൊക്കെ പിന്നീട് പഠിപ്പിക്കുമ്പോൾ എടുക്കും. എന്നാൽ ഇത് നമ്മൾ നേരത്തെ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷേ പിന്നുള്ള സമയം നമുക്ക് കിട്ടുമോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ അത് 10-ാം സ്കന്ധത്തിലാണ് പ്രഭു. 10-ാം സ്കന്ധത്തില് ഞാൻ നോക്കിയിട്ട് പ്രഭുവിന് ഇട്ടേക്കാം നമ്പര്. ഓർക്കത്തില്ല. ഭഗവാന്റെ ലീലകൾ ഉള്ളതിനകത്താണ്. പിന്നീട് 3-ാം സ്കന്ധത്തിലെ 3:2:23 അതെനിക്ക് ബൈഹാർട്ടായിട്ട് ഓർമ്മയുണ്ട്. ഇത് പണ്ടേ അങ്ങ് ശ്ലോകം പഠിച്ചുകൊണ്ട് എടുത്തില്ല, നമ്പർ എടുത്തില്ല. 3:2:23 അഹോബകീയം സ്തനകാളകൂടം ജിഖാംസയാ അപായേദപ്യസത്വീ ലഭേ ഗതിം താത്രി ഉചിതം തതൊന്യം കമ്പാദയാലും ശരണം ഏമ. ഭഗവാനെ, അപ്പൊ അത് ആരുടെ ശ്ലോകമാ? അഹോ അത് ആരുടെ ശ്ലോകമാന്ന് ഓർമ്മയുണ്ടോ?
നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുള്ളതാണ്. എന്തേ? പൂതനയെ കുറിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്തവളായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്തവളും പിന്നെ എന്താണ്, പിന്നെ എങ്ങനെയുള്ളവളായിരുന്നു? മാറിൽ മാരകമായ വിഷം പുരട്ടിക്കൊണ്ട് വന്നവളായിരുന്നു, ഭഗവാനെ വധിക്കാൻ ശ്രമിച്ചവളായിരുന്നു. പിന്നെന്താണ്, അങ്ങനെയുള്ള രാക്ഷസിയായ ആ പൂതനയ്ക്ക് തന്റെ മാതാവിന്റെ സ്ഥാനം തന്നെ നൽകിയിട്ട് അങ്ങനെയുള്ള ഒരു കാരുണ്യം വേറെ ആരിലാണ് കണ്ടെത്തുക അല്ലെ? അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഭഗവാനെ അല്ലാതെ മറ്റാരെയാണ് ഞാൻ ശരണം പ്രാപിക്കേണ്ടത് എന്ന് തോന്നിപ്പോയി എന്നാണ് പറയുന്നത്. അഹോബഖീയം സ്തനകാളകൂടം ഇഖാംസയ അപായത് അപ്യസാധ്വി ലഭേഗതിം താത്രി. ഒരു താത്രിയുടെ സ്ഥാനം അവിടെ കൊടുത്തു. ഉചിതം തഥോന്യം കമ്പാദയാലും ശരണം വ്രജേമ. ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട്. പിന്നെ ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നു. ബ്രാഹ്മണ സ്ത്രീകൾ ബ്രാഹ്മണര് യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആഹാരം വേണമെന്ന് ഭഗവാൻ ചെന്ന് വനത്തിൽ കളിക്കുകയാണ്. എനിക്ക് കുറച്ച് ആഹാരം വേണമെന്ന് പറയും. യജ്ഞം നടത്തുന്ന ആർക്ക് വേണ്ടിയാ? കൃഷ്ണന് വേണ്ടി കിട്ടാനാണ് യജ്ഞം നടത്തുന്നത്, ഭഗവാനെ കിട്ടാനാണ്. പക്ഷെ ഭഗവാൻ പറഞ്ഞെന്നും പറഞ്ഞ് കൂട്ടുകാരവിടെ ചെന്ന് എന്തു ചോദിക്കും? ആഹാരം ചോദിക്കും. ആഹാരം ചോദിക്കുന്ന അവസരത്തിൽ പറയും, ഇപ്പൊ ഞങ്ങൾക്ക് തരാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് ആഹാരം ഒന്നും തരത്തില്ല, പോന്ന് പറഞ്ഞ് ഗോപന്മാരെ ഓടിച്ചു വിടും. അവരിവിടെ വന്ന് പറയും, കൃഷ്ണനോടെ വന്ന് പറയും. കൃഷ്ണൻ പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് അവിടെ പോകണ്ട, നിങ്ങൾ ആ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്ത് പോകാൻ പറയും. അങ്ങനെ അവർ ചെന്ന് ബ്രാഹ്മണ പത്നിമാരോട് ചെന്ന് ഇങ്ങനെ കൃഷ്ണനും ബലരാമനും വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ആഹാരം വേണം, വിശക്കുന്നു, കാട്ടിലാണ് എന്ന് പറയും. ഉടനെ അന്ന് ചോറെടുത്തില്ല കൃഷ്ണന്. അപ്പൊ കൃഷ്ണൻ ചോറും ഒന്നും എടുക്കാതെ ഒരുപാട് ദൂരെയുള്ള വൃന്ദാവനത്തിൽ കളിക്കാൻ വന്നിരിക്കുക. നമുക്കറിയാം വൃന്ദാവനത്തിൽ പോകുമ്പോൾ എത്ര ദൂരെയാണ് ഭഗവാന്റെ പാദങ്ങളൊക്കെ, നമ്മൾ വളരെ ദൂരെയാണ് ഉള്ള കാട്ടിലാണ് കാണുന്നത്. അപ്പൊ അവിടെ ആഹാരം വേണമെന്ന് പറയും. അവര് കേട്ട മാതിരി എന്ത് ചെയ്തു? അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന സർവ്വ സാധനങ്ങളും എടുത്തിട്ട് പാത്രങ്ങളിലാക്കി കൃഷ്ണന് കൊടുത്തയച്ചത് തന്നെയല്ല, അവര് കൂടിഞ്ഞ് വരികയും ചെയ്യും. അപ്പൊ അവിടെ വരുമ്പോഴേ കൃഷ്ണൻ പറയുകയാണ്, കൃഷ്ണൻ ഇതെല്ലാം കൊടുത്തു, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ യജ്ഞം എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ അവിടെ പോകണം. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിലും എന്തല്ല, എനിക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. ശ്രവണാത് കീർത്തനാത് ധ്യാനാൻ. നമ്മൾ എവിടെ പോയാലും ശരി, നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ കാഴ്ചകൾ കാണുന്നതിനകത്ത് അവിടെ എന്തെല്ലാം ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിലിരുന്ന് നന്നായി പ്രാർത്ഥിക്കുക. നമ്മൾ എങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നാ പറഞ്ഞു കൊടുക്കുന്നത്? ശ്രവണാത് ദർശനാത് ധ്യാനാൻ മയി ഭാവോ അനുകീർത്തനാത് ന തഥാ സന്നികർഷേണ പ്രതിയായ തഥോ ഗ്രഹാൻ എന്ന് പറയും. ശ്രവണാത്, നിങ്ങളെ എന്താണ്, എന്നെ കുറിച്ച് കേട്ടും എന്റെ പിക്ചേഴ്സ് പടങ്ങളൊക്കെ കണ്ടും ആ ധ്യാനത്തിൽ മുഴുകിയിട്ട് എന്റെ ഭാവം അനുകീർത്തനം ചെയ്തുകൊണ്ട്, ആ ഭഗവാനെ കുറിച്ച് അനുകീർത്തനം ചെയ്തുകൊണ്ട്, അങ്ങനെ നഥാ സന്നികർഷേണ, മുടക്കം വരുത്താതെ എന്ത് ചെയ്യണം? അങ്ങനെ നിങ്ങൾ അതിനെ പ്രീതമായിട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ഞാൻ നിങ്ങളിൽ പ്രസന്നനായിരിക്കും. അപ്പം ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം, അത് വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതും അവിടെ അങ്ങനെ ഈ 3 ശ്ലോകങ്ങൾ, ആദ്യത്തെ 2 ശ്ലോകമാണ് വളരെ ഇതായിട്ടുള്ളത്. അപ്പൊ അത് കേട്ടുകൊണ്ടാണ് എത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മളെപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കുമ്പോഴേ ബുദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് എന്താണ്? എതിർച്ചയാമത് കഥാദൗ ജാതശ്രദ്ധസ്തു യപുമാൻ ന നിർവിഘ്നോ നാദിസക്തോ ഭക്തിയോഗസ്യ സിദ്ധിതഃ. എന്റെ കഥകൾ യാദൃച്ഛികമായിട്ട് നിങ്ങൾ കേൾക്കാനിടയായാൽ പോലും എതിർച്ചയാമത് കഥാദൗ ജാതശ്രദ്ധസ്തു തത്കഥ, അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായില്ല. അതുപോലെ തന്നെ പിന്നെ എന്തും കൂടി വേണം? ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ? എവിടെയാ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് കാര്യങ്ങളൊക്കെ? ഭഗവത്ഗീതയിലെ മൊത്തം വാക്കുകളും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഏത് ശ്ലോകമാണെന്ന് അറിയാമോ? നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് 2 ശ്ലോകം, എല്ലാം അങ്ങനെ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നു. പക്ഷെ പ്രധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 12ാം അധ്യായത്തിലെ 13, 14 ശ്ലോകങ്ങൾ ആർക്ക് പറയാം? നിങ്ങൾ എന്നും വായിക്കുന്നവരാണല്ലോ.
12, 13, 14 ആർക്കും അറിയില്ല. ദ്വേഷ്ട അദ്വേഷ്ട സർവഭൂതാനാം അതാണ് ജ്യേഷ്ഠ സർവഭൂതാനാം മൈത്രകരുണയേവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖസുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്തസമേ പ്രിയഃ. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി അഹങ്കാരം, നമുക്ക് കുറച്ചിതൊക്കെ ഉണ്ട്. ഒന്നും വേണ്ട, നമ്മൾ അമ്പലത്തിൽ നിന്ന് പോയി, ബാക്കി ആർക്കും ദർശനം കിട്ടിയില്ല, എനിക്ക് ദർശനം കിട്ടി. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ ഏതാണ്ട് ഒരു വലിയ ആളായതുകൊണ്ട് എനിക്ക് ദർശനം കിട്ടി, അല്ലെ? ബാക്കി എല്ലാവരും വെളിയിൽ നിൽക്കുന്നു. ഇന്നലെ തന്നെ ഇവിടെ എന്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്തായിരുന്ന തിരക്ക്. അപ്പൊ കുറച്ചു പേർക്ക് ദർശനം കിട്ടി, കുറച്ചു പേർക്ക് ദർശനം കിട്ടിയില്ല. കിട്ടിയവരൊക്കെ മനസ്സിൽ എന്ത് ചെയ്യുകയാണ്? കുറച്ച് അതല്ല, എനിക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടി എന്നുള്ളതല്ല വരുന്നത്. ഞാൻ ഇതിനൊന്നും അർഹയല്ല, എനിക്ക് കാരുണ്യം കൊണ്ട് കിട്ടി എന്ന് തോന്നിയാൽ അവിടെയാണ് നമ്മള് ഇതാകുന്നത്. നമ്മൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ? മച്ചിത്ത സർവദുർഗാണി, എന്നെ ചിന്തിച്ചുകൊണ്ട് എല്ലാ ദുർഗങ്ങളെയും എല്ലാ ഇതിനെയും മത് പ്രസാദത്തരിഷ്യതി അർജുനന് പറഞ്ഞു കൊടുക്കുക. മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദത്തരിഷ്യതി അതചേത്വം അഹങ്കാരാൻ ന ശ്രോഷ്യസി വിനങ്ഷ്യസി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്നെ കുറിച്ച് അവബോധമുള്ളവനായിട്ട് ഇരിക്കുകയാണെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളും നിനക്ക് മാറിക്കിട്ടും. അതാണ് മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദത്തരിഷ്യതി അതചേത്വം അഹങ്കാരാൻ ന ശ്രോഷ്യതി വിനക്ഷ്യതി. അല്ല, നിനക്ക് എന്താണ് അഹങ്കാരമാണ് നിന്റെ മനസ്സിലുള്ളതെങ്കിൽ എന്താണ് എല്ലാം പോയത്, ഒരിതും കിട്ടിയില്ല. ഏറ്റവും നല്ലൊരു ശ്ലോകമാണ് മച്ചിത്ത സർവദുർഗാണി. ഏതാണ് നല്ലതല്ലാത്തതില്ലേ? 700 ശ്ലോകവും നല്ലതാണ്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദത്തരിഷ്യസി അതചേത്വം അഹങ്കാരാൻ നശ്രോഷ്യതി വിനങ്ഷ്യതി. ഇതിടയ്ക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ ഒരു ശ്ലോകം. കാരണം എന്തുകൊണ്ടാ? നമ്മൾ അഹങ്കരിക്കും. നമ്മുടെ മനസ്സിന്റെ സ്വഭാവമാണ്. ആ രജോ ഗുണം വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് അഹങ്കരിച്ചു പോകും. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് അർജുനൻ എന്താ ലാസ്റ്റ് പറഞ്ഞത്? ഭഗവാനോട് പറഞ്ഞത് എന്താണ്? നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ തത്പ്രസാദന്മയാച്യുത പിന്നോ സ്ഥിതോസ്മിഗത സന്ദേഹം കരിഷ്യേ വചനം തവ. ഒന്നും ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ വനത്തിൽ പോവാം, ഞാൻ അല്ലേ അത് ചെയ്യാം ഇത് ചെയ്യാം, ഭഗവാനെ അങ്ങോട്ട് ഉപദേശിക്കുന്നത് പോലെയൊക്കെ അതിനെ നമ്മൾ കണ്ടു, അല്ലേ? നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ ഉപദേശം ഈ വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് എന്താണ്? എൻ്റെ മോഹങ്ങളെല്ലാം മാറി. നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ ത്വത്പ്രസാദന്മയാച്യുത. എങ്ങനെയാണ്? അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇനി എനിക്ക് യാതൊരു സംശയമില്ല, ഞാൻ അങ്ങയുടെ വാക്കുകൾ അതുപോലെ അനുസരിച്ചു കൊള്ളാം. അത് കരിഷ്യേ വചനം മമ. നമുക്കറിയാം ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം 17 പ്രാവശ്യം ജരാസന്ധനെ എന്ത് ചെയ്തു? ഭഗവാൻ തോൽപ്പിച്ചു. 18ാമത്തെ പ്രാവശ്യം സ്വയം തോറ്റു കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? ആർക്കെങ്കിലും അറിയാമോ? ഭഗവാനിൽ അഭയം കീഴടങ്ങുന്നത്. ഭഗവാന് കീഴടങ്ങുന്നത് കൊണ്ടല്ല. എന്താണ്? ഭഗവാൻ അറിയാം ഞാനല്ല എന്ത് ചെയ്യേണ്ടത്. ഭഗവാൻ അതിന്റെ നിയമം അനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ. അതിനെ വധിക്കാനായിട്ട് ഒരാളുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മതി, ആ ആള് വധിച്ചോളൂ. ഞാൻ അതിനെ കാരണക്കാരനായി നിൽക്കുന്നതല്ലാതെ ഞാൻ അതിനൊരിക്കലും പ്രവർത്തിക്കുകയില്ല. ആരാ വധിച്ചത് ജരാസന്ധനെ? ഭീമസേനൻ, അല്ലെ? അപ്പം 20,800 രാജാക്കന്മാരെ കൊണ്ട് ജരാസന്ധൻ എന്ത് ചെയ്തു? ഗിരിദ്രോണി എന്ന കോട്ടയിലെ മധുരയിൽ കൊണ്ട് താമസിപ്പിച്ചിരുന്നു. അവരെല്ലാവരും കൂടി ഭഗവാനെ വിളിച്ച് 20,800 രാജാക്കന്മാരും ഭഗവാനെ വിളിച്ച് അവിടെ കിടന്നങ്ങ് കേഴുകയാണ്.
അപ്പം അവരൊരു ദൂതനെ പറഞ്ഞ് അയക്കുന്നുമുണ്ട് ഭഗവാന്റെ അടുത്തേക്ക്. അപ്പോഴാണ് ഭഗവാൻ, എന്നാ ഭഗവാൻ ചാടിച്ചെന്നങ്ങ് അവരെ അങ്ങ് ജരാസന്ധനെ അങ്ങ് വധിക്കാം എന്നൊന്നും വിചാരിച്ചില്ല. അതിന്റെ കാരണം കണ്ടുപിടിച്ച് ആ കാരണം അനുസരിച്ച് ആരാണോ അതിന് തയ്യാറാകുന്നത് ആ വ്യക്തിയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യണമെന്നൊക്കെ ഇവിടെ കാണിച്ചു തരിക. അപ്പൊ ഭഗവാൻ തന്നെ പറയും നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയുന്നുണ്ട് അല്ലെ, നമേ ഭക്ത പ്രണശ്യതി. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളെപ്പോഴും നമ്മൾ രാവിലെ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് ഭഗവാന് വേണ്ടി സേവ ചെയ്ത് കഴിയുമ്പോൾ പറയും നമ്മുടെ അപരാധങ്ങളെല്ലാം പൂർത്തി തരണം എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ പറയുന്നു, നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്, ആ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തേതാണ്, അവിടുന്ന് എന്ത് ചെയ്യുന്നോ അതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചെയ്തില്ലെങ്കിലും നമ്മൾ അങ്ങനെയൊന്നും അല്ലെങ്കിലും നമ്മൾ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേവ അവസാനം, സേവ കഴിയുമ്പോ സേവയ്ക്ക് പറയുന്നല്ലോ. അപ്പൊ അങ്ങനെ പറയുന്നത് പോലെ നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ എന്തു പറഞ്ഞിട്ടില്ല, ഭക്തന് കഷ്ടപ്പാട് വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഭക്തന് തീർച്ചയായും കഷ്ടപ്പാട് വരും. എന്തുകൊണ്ടാ കഷ്ടപ്പാട് വരുന്നത്? കാരണം നമ്മൾ ചെയ്ത് തീർക്കേണ്ടത് തീർത്തിട്ട് നമുക്ക് പോണം. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതിന്റെ, ഭഗവാൻ അതിനെ 1,00,000 പ്രാവശ്യം അനുഭവിക്കേണ്ടതാണെങ്കിൽ ചിലപ്പോൾ അത് ഭഗവാൻ ഒരു 100 പ്രാവശ്യമായിട്ടോ 1000 പ്രാവശ്യമായിട്ടോ ചിലപ്പോൾ കുറച്ച് തന്നിരിക്കും. പക്ഷേ അങ്ങനെ നമ്മളിൽ ആ സമയത്ത് കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ, നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരനസ്തേഷ്യ തരുന്നതായി നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മളെ ആ ഒരു സമാധാനം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് തരും, നമ്മളെ സമാധാനപ്പെടുത്തും. അതിന് നമുക്ക് ആരാവശ്യമാണ്? നമുക്ക് ഭഗവാൻ കൂടി വന്നിട്ട് നമ്മളെ ആ സമാധാനം ഇല്ല, നമ്മളെ പൊതിപ്പിച്ച് കിടത്തി നമുക്ക് ആ സാരമില്ല കുഞ്ഞു ഉറങ്ങിക്കോ എന്ന് പറയുമോ ഭഗവാനെ? എങ്ങനെയാണ് നമുക്ക് ഭക്തൻ നമ്മളോട്, ഇപ്പൊ നമ്മുടെ ഈ ബുക്കുണ്ട്, നമുക്ക് ചിലപ്പം നമുക്ക് കാര്യങ്ങൾ അറിയാം. ഇപ്പൊ എനിക്ക് 700 ശ്ലോകവും നമുക്ക് ബൈഹാർട്ടാണ്, നമുക്ക് ഭാഗവതം അറിയാം, എല്ലാം അറിയാം. പക്ഷേ ചില സമയത്ത് ചില പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും നമ്മളോട് അതികഠിനമായ ഒരു വാക്ക് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വേദനിക്കും. ആ സമയത്ത് അങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തി അങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നുന്ന അവസരത്തില് നമുക്കത് അത് ഇന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു തരാൻ നമുക്കൊരാൾ കൂടെ ഇല്ല എങ്കിൽ നമുക്ക് ആരെങ്കിലും നമുക്ക് വേണം. അത് ഒരു ഭക്തനാണെങ്കിൽ നമ്മുടെ പ്രയാസം അവിടെ ലഘൂകരിക്കപ്പെടും. അപ്പം ആ വേദനയ്ക്ക് ഒരു വെളിച്ചം അപ്പുറത്ത് നിന്ന് നമുക്ക് കിട്ടും. അത് ഭഗവത് ഭക്തനായിരിക്കണം. ആ വെളിച്ചം എങ്ങനെ, ഇത് സാരമില്ല എന്ന് ആ സമയത്ത് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. കാരണം പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷെ ഇതെല്ലാം നമുക്ക് എല്ലാം അറിയാം, 700 ശ്ലോകവും അറിയാം, എല്ലാം അറിയാമെങ്കിലും അതൊന്നും വർക്ക് ചെയ്യത്തില്ല. അർജുനന് ഒന്നും അറിയാൻ വയ്യെന്നിട്ടാണോ അർജുനൻ ഇങ്ങനെ നിന്ന്? അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്നൊക്കെ മനഃശക്തി കിട്ടാൻ വേണ്ടി നമുക്ക് സംഘം വേണം. നിങ്ങൾ രാവിലെ ഇവിടെ ഇരിക്കുന്നത്, നമ്മളെ ഇത്രയും 4 മണിക്ക് എഴുന്നേറ്റ് ആൾക്കാർ വരുന്നു, നിങ്ങൾക്ക് ഒരു സംഘം തരാൻ, ഒരു സംഘം കിട്ടാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ട്. അപ്പൊ നമ്മളത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനെല്ലാം അടിസ്ഥാന പേരായിട്ട് നമ്മുടെ കൂടെ ഭഗവാനുണ്ട്. നമ്മളെ പറയും എന്താണ്, നമ്മളെ ഒരു വേരാണ് ആര്, ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മൾ അവരിൽ നിന്നാണ് യഥാതരോർമൂല നിഷേധനേന തൃപ്യന്തി തസ്കന്ധ പുരോഭശാഖ. എങ്ങനെയാണത്? പ്രാണോപഹാരാശ്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേത്യ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ മൂലവേരായിട്ട് നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിലും ഓർമ്മപ്പെടുത്താൻ നമുക്ക് കൂടെ ഒരു ഭക്തൻ വേണം. അപ്പൊ അതിനാണ് നമ്മൾ ഈ സംഘത്തിൽ ചേരുന്നതും നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ സംഘത്തിൽ വരുന്നത്. അപ്പൊ ആ ഒരു സഹായം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അത് കിട്ടട്ടെ. ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സംഘവും ഭഗവത് പ്രീതിയും ഭഗവത് ഭക്തിയും, നമുക്കുള്ള ഭക്തിയൊന്നും അല്ല. അപ്പം ഭഗവത് ഭക്തിയും ഭഗവാന്റെ സ്നേഹവും ശുദ്ധഭക്തന്മാരുടെ സംഘവും എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭാഗവതം തുടങ്ങാം. ഹരേ കൃഷ്ണ. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മറ്റുള്ള ഭക്തന്മാരുടെ സഹായമാണ്. ഹരേ കൃഷ്ണ. അതിന് ഉദാഹരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. എന്താണ്? വസുദേവര് കൃഷ്ണന്റെ അച്ഛനാണ്. അപ്പം കൃഷ്ണന്റെ അച്ഛന്
കൃഷ്ണൻ കൂടെ നിൽക്കുകയാണ്. എന്നിട്ടും അത്രയും കാലവും കൂടെ 125 വർഷത്തോളം, അത് കുറച്ച് വർഷം പോയി എന്നിരുന്നാലും കുറച്ച് വർഷം ഭഗവാന്റെ കൂടെ ഉണ്ടായിട്ടും യഥാർത്ഥ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആരോട് ചോദിച്ചാണ് കാര്യം അറിഞ്ഞത്? ആരാണ് പറഞ്ഞു കൊടുത്തത്? കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ, നിങ്ങളങ്ങ് മറന്നുപോയോ? അവിടെ എന്നും നാരദർ വിസിറ്റ് ചെയ്യുമായിരുന്നു ദ്വാരകയില്, അല്ലെ? നാരദ മഹർഷിയാണ് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, അവിടെ നിമി മഹാരാജന് നവയോഗീന്ദ്രന്മാരും തമ്മിലുള്ള ഒരു സംഭാഷണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ഭക്തിയുത സേവനത്തിനുള്ള പ്രത്യേകത അതെന്താണ് എന്ന് നവയോഗീന്ദ്രന്മാരും നിമി മഹാരാജാവും തമ്മിലുള്ള ഒരു സംഭാഷണം. ഇതൊക്കെ ആരാണെന്നൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. അതിന് സമയമില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറയാൻ വന്നത്, ഒരാളുടെ സഹായത്തോടു കൂടിയേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ. നമ്മുടെ 33-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. നവർത്തിതവ്യം തദധർമ്മബന്ധോ ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ ബ്രഹ്മാവർത്തേ യത്ര യജന്തി യജ്ഞേശ്വരം യജ്ഞവിധാന വിജ്ഞാഃ. നവർത്തിതവ്യം തദധർമ്മബന്ധോ ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ ബ്രഹ്മാവർത്തേ യത്ര യജന്തി യജ്ഞേശ്വരം യജ്ഞവിധാന വിജ്ഞാഃ. ന വർത്തിതവ്യം. എന്ന് വെച്ചാൽ നെഗറ്റീവ് മീനിങ് ഇല്ല. വർത്തിതവ്യം, വസിക്കുവാൻ അർഹതയുള്ള. തത് എന്ന് പറഞ്ഞാൽ അതിനാൽ. അധർമ്മബന്ധു. അധർമ്മബന്ധു എന്ന് പറഞ്ഞാൽ എന്താണ്? അധർമ്മത്തിൽ വിശ്വസിക്കുന്ന മിത്രം. അധർമ്മബന്ധു. ധർമ്മേണ, ധർമ്മത്തോടൊപ്പം, സത്യേന, സത്യത്തോടൊപ്പം, ച വർത്തിതവ്യേ, അതിൽ അവസ്ഥിതമായി, അതിൽ ഇരുന്നു കൊണ്ട്, അതിൽ ഉൾപ്പെട്ടുകൊണ്ട്, ബ്രഹ്മ അവർത്തി. ബ്രഹ്മാവർത്തം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ബ്രഹ്മാവർത്തം. യജ്ഞവർത്തി, യജ്ഞം അനുഷ്ഠിക്കുന്ന സ്ഥലം. ബ്രഹ്മാവർത്തം ബ്രഹ്മാവ് തപസ് ചെയ്ത സ്ഥലം, യജ്ഞം നടത്തിയ സ്ഥലം എന്നുള്ളതാണ്. തപസ്സല്ല, ഇവിടെ യജ്ഞമാണ് ഉദ്ദേശിക്കുന്നത്. യജ്ഞം അനുഷ്ഠിക്കുന്ന സ്ഥലം. എത്ര, എവിടെ, യജന്തി, യഥാർഹമായി നിർവഹിക്കുക. യജ്ഞങ്ങളാൽ അല്ലെങ്കിൽ ഭക്തിയുത സേവനം മുഖേന. യജ്ഞ ഈശ്വരം. യജ്ഞേശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാ യജ്ഞങ്ങളും ആരിലേക്കാണ് പോകുന്നത്? ഭഗവാനിലേക്ക്, കൃഷ്ണനിലേക്ക്, പരമപുരുഷനിലേക്ക്. യജ്ഞ എന്ന് വെച്ചാൽ യാഗം. വിധാന, വ്യാപിക്കുന്നു. വിജ്ഞാഹ, വിദഗ്ധർ. യജ്ഞേശ്വരം, യജ്ഞ വിധാന വിജ്ഞ, വിദഗ്ധരായുള്ള ആൾക്കാരെ വ്യാപിപ്പിക്കുന്നു. നവർത്തിതവ്യം തദധർമ്മബന്ധോ ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ ബ്രഹ്മാവർത്തേ യത്ര യജന്തി യജ്ഞേശ്വരം യജ്ഞവിധാന വിജ്ഞാ. വായിച്ചോളൂ ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. നവർത്തിതവ്യം തദധർമ്മബന്ധോ ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ ബ്രഹ്മാവർത്തേ യജന്തി യജ്ഞേശ്വരം യജ്ഞവിധാന വിജ്ഞാ. ഹരേ കൃഷ്ണ. മദാജി. ബ്രഹ്മാവർത്തേ യത്ര യജന്തി യജ്ഞേർ. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കലിസത്വത്തെ, അല്ലെങ്കിൽ കലിസത്വം എന്ന് പറയുന്ന അധർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണ്. അങ്ങനെ അധർമ്മത്തെ നരദേവനായിട്ട്, അഥവാ അവിടുത്തെ ഭരണാധികാരിയായിട്ട് വാടാൻ അനുവദിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മളിൽ ആ രാജ്യത്ത് എന്തൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു? അത്യാർത്തി ഉണ്ടാകും, കാപഠ്യം, അസത്യം പറച്ചില്, അതുപോലെ കൊള്ള, കവർച്ച, ധിക്കാരം, രാജ്യദ്രോഹം, നിർഭാഗ്യം, ചതി, അഭിമാനഗർഭം മുതലായ അധാർമിക തത്വങ്ങൾ നിശ്ചയമായും ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. അപ്പൊ അങ്ങനെ അതൊന്നും വരാതിരിക്കാൻ, കലിസത്വത്തെ അതിനെ അനുവദിക്കാതിരിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. അതിനെന്ത് പറഞ്ഞു? നമ്മളെ ഭാഗവത ധർമ്മം,
ധർമാനുശാസനങ്ങളെ അനുവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്നും ആ ഭാഗവത ധർമ്മത്തിൽ വിശ്വസിക്കേണ്ടതാണെന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ മഹാരാജ് പറയുകയാണ്, ആകയാൽ ഹേ അധർമ്മ ബന്ധുവേ, എന്ന് വെച്ചാൽ അധർമ്മ ബന്ധു എന്ന് പറഞ്ഞ ആരാണ്? എപ്പോഴും അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവനാണ് കലി. അതുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷന്റെ സംതൃപ്തിക്കായിട്ട് സത്യസന്ധമായും ധർമാനുശാസനങ്ങൾ അനുസരിച്ചും നിപുണന്മാരാൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ഥലത്തെ നീ വസിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ നിനക്ക് സ്ഥലം തരാൻ പറ്റില്ല, ഇവിടെ നിന്നെ താമസിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട് സത്യസന്ധമായി ധർമാനുശാസനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥലമായതുകൊണ്ട് നിനക്കിവിടെ ഞാൻ സ്ഥലം തരികയില്ല. അപ്പം നമുക്കറിയാം, ഏതൊരു യജ്ഞം നടത്തിയാലും അതിന്റെ ഭോക്താവ് ആരാണ്? ആർക്ക് വേണ്ടിയാണ് അത് സമർപ്പിക്കുന്നത്? എങ്ങനെയാണ് അത് സമർപ്പിക്കുന്നത്? സർവേശ് യജ്ഞത്തിന്റെ ഈശ്വരൻ എന്ന് പറയുന്നത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനാണ്. അപ്പൊ ആദ്യമേ യജ്ഞത്തില് ഓരോന്നും പറയും ഇല്ലേ, നയിതമ്മമ 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 എന്ന് ഓരോന്നും പറഞ്ഞിട്ട് എന്താണ്? ഇതൊന്നും ഞാനല്ല, ഇതൊന്നും ഞാനല്ല, ഇതൊന്നും ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ആരാണ്? ഇതെല്ലാം പരമ ഈശ്വരനായ ഭഗവാനാണ് എന്ന് പറയുന്നത് നമുക്കറിയാം. സകല യജ്ഞാനുഷ്ഠാനങ്ങളുടെയും ഭോക്താവ് യജ്ഞേശ്വരനാണ്. അപ്പൊ യജ്ഞാനുഷ്ഠാനങ്ങൾ അങ്ങനെ ഓരോ യുഗങ്ങൾക്കനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ വേണമെന്ന് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് തന്നെ എങ്ങനെയായാലും ഏതാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് ആരെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കണം? പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ എന്തെല്ലാം ആയാലും ശരി, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കണം. എങ്ങനെയുള്ള കാര്യങ്ങള്? നമ്മൾ ചെയ്യുന്ന ആത്മീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ എല്ലാ വിധത്തിലും ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിനെ യജ്ഞമെന്ന് അർത്ഥമാക്കുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം നാസ്തികരുമുണ്ട് അല്ലെ, നാസ്തികരുമുണ്ട് നാസ്തികരുമുണ്ട്. അപ്പൊ ഈശ്വരനിൽ വിശ്വസിക്കാത്തവർക്ക് ഇത് പറയാൻ പറ്റുമോ? അവർക്കിത് അത് യാതൊരു വിശ്വാസവുമില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ യജ്ഞങ്ങളൊന്നും നടത്തുകയുമില്ല. നമ്മൾ യജ്ഞം നടത്തുന്നുണ്ടോ? നമ്മളുണ്ടോ? നമ്മൾ വല്ല യജ്ഞം നടത്താറുണ്ടോ? നമ്മൾ ഡെയിലി യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാവരും. ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഉള്ളവരെല്ലാം, ആരെങ്കിലും ഉണ്ടോ നാമം ജപിക്കാത്തവർ ഈ കൂട്ടത്തില്? എല്ലാവരും യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യജ്ഞം എന്തിനാണ്? എന്തിനാണ്? ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനെ അല്ലേ? ഭഗവാന്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് യജ്ഞം അനുഷ്ഠിക്കുകയാണ്. അപ്പം അങ്ങനെ യജ്ഞം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞതാണ്, പിന്നെയും പറയുന്നേ ഉള്ളൂ. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ. എന്താണ്? എനിക്ക് ഈ ഒരു ശരീരം അങ്ങ് തന്നു അല്ലെ, ഈ ശരീരം കിട്ടി. എങ്ങനെയുള്ളതാണ്? അത് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. കർമാഭിർഭ്രാമ്യമാണാനാം എത്ര ക്വാപീശ്വരേച്ഛയാ. അങ്ങനെ ഞാൻ എന്തെല്ലാം കർമ്മം ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഈശ്വരൻ തരുന്ന ആ ഒരു പ്രതിഫലം. നമ്മൾ 50 മാർക്കിനാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഔട്ട് ഓഫ് 50 ആണ്. 50 മാർക്കിന് എല്ലാ കണക്കും ശരിയാണെങ്കിൽ നമ്മൾ 50 മാർക്ക് കിട്ടും. അപ്പൊ കുറേ തെറ്റാണെങ്കിൽ നമ്മൾ എത്രയാണ്? ഒരുപാട് തെറ്റാണെങ്കിൽ ഒന്നും വളരെ കുറച്ച് കൊടുക്കും. അല്ല, കുറച്ച് ശരിയാണെങ്കിൽ 25%ഓ 30%ഓ കൊടുത്തെന്നിരിക്കും. അത് എത്ര ക്വസ്റ്റിന് എത്ര ആൻസർ ചെയ്തു എന്നതനുസരിച്ച്. അതുപോലെ കർമാഭിർഭ്രാമ്യമാണാന എത്ര ക്വാപീശ്വരേച്ഛയാ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമായി ഈശ്വരൻ അതിന്റെ മാർക്ക് ഇട്ടുകൊണ്ട് ഈശ്വരന്റെ ആ ഇഷ്ടത്തിനനുസരിച്ച്, ഈശ്വരന്റെ ഇഷ്ടമല്ല അവിടെ നമ്മൾ ചെയ്ത കർമ്മമാണെന്ന് നമ്മൾ ആജ്ഞനെ ഓർക്കണം. അപ്പൊ ആ കർമ്മത്തിന് ഇത്ര മാർക്ക്, ഇപ്പൊ 50-ൽ 40 മാർക്കാണ് തരുന്നതെങ്കിൽ അത് എന്റെ ഇഷ്ടത്തിനല്ല തരുന്നത്, നിങ്ങൾ ഇട്ടേക്കുന്നതനുസരിച്ച്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച്. അപ്പൊ കിട്ടിയിരിക്കുന്നത് അങ്ങനെ കിട്ടിയിരിക്കുന്ന കർമാഭിർഭ്രാമ്യമാണാന എത്ര ക്വാപീശ്വരേച്ഛ, അങ്ങനെ ഈശ്വരന്റെ ഇച്ഛ അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തെ ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തി. എത്ര നാള് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ ഒരു സുദുർലഭമായിട്ടുള്ള ഈ ശരീരം നമുക്ക് കിട്ടിയിട്ട്. അതെങ്ങനെയുള്ള ശരീരമാണ്? അനിത്യം അർത്ഥദം അഭീഹധീര. അത് എന്നും കിട്ടത്തില്ല. പക്ഷേ വളരെ അർത്ഥവത്താണ്.
അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്തായിരിക്കുന്നു, ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്ന് വിഷയത്തിൽ മാത്രം നമ്മുടെ മനസ്സങ്ങ് പോകും. അപ്പൊ നമ്മുടെ ഈ ജീവിതം, ഇപ്പൊ നമുക്കൊരു പുതുവർഷം പിറന്നു. ഈ ഒരു പുതുവർഷത്തിൽ നമ്മളൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ അത് ഇനിയും കളയില്ല. മനസ്സോ വൃത്തയോ നസ്യു കൃഷ്ണ പാദാംബുജാശ്രയ വാചോഭിധായി നീർനാമ്യാം കായസ്തത്പ്രഹ്വണാദിഷു. എന്റെ മനസ്സോ വൃത്ത, എന്റെ പ്രവൃത്തികളും മനസ്സോ വൃത്തയോ നസ്യു കൃഷ്ണ പാദാംബുജാശ്രയ. ഞാൻ ചെയ്യുന്നത് എന്ത് തന്നെയായാലും അത് കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാൻ എനിക്ക് കഴിയട്ടെ. മനസ്സോ വൃത്തയോ നസ്യു കൃഷ്ണ പാദാംബുജാശ്രയ. എന്റെ വാക്കുകൾ വാചോഭിധായി നീർനാമ്യ, ഞാൻ ചിന്തിക്കുന്ന, ഞാൻ പറയുന്നതും എന്റെ വാക്കുകളും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും കായസ്തത്പ്രഹ്വണാദിഷു. ഇനി ശരീരം കൊണ്ട് ചെയ്യുന്നതാകാം, മനസ്സുകൊണ്ട് ചെയ്യുന്നതാകാം, കണ്ണുകൊണ്ട് കാണുന്നതാകാം, എന്ത് തന്നെയായാലും മനസ്സോ വാചോഭിധായി നീർനാമ്യ കായസ്തത്പ്രഹ്വണാദിഷു. അത് അങ്ങയെ ചുറ്റിപ്പറ്റിയുള്ളതാകട്ടെ. എന്ത് ചെയ്താലും അതെല്ലാം ഭഗവത് സ്മരണയോടുകൂടി ചെയ്യാൻ എനിക്ക് കഴിയട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഭഗവത് സ്മരണ ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രതിബന്ധങ്ങൾ. എന്നാ ചോദിക്കും, മറ്റേ പ്രതിബന്ധമില്ലേ? നമ്മുടെ കർമ്മഫലമായിട്ട് കുറച്ചൊക്കെ ഉണ്ടാകും. അതിനെ ഭഗവാൻ എന്താണ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമ്മളെ കൈവെള്ളയിൽ നമ്മളെ വെച്ചുകൊണ്ട് നടക്കും, ഭഗവാന്റെ കൈവെള്ളയിൽ നമ്മളെ വെച്ചുകൊണ്ട് നടക്കും എന്ന് പറയുന്നത് പോലെ എന്താണ്, നമ്മൾ അതുപോലെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഭഗവാൻ ചെയ്യും. നമുക്കറിയാം, അർജുനൻ യുദ്ധം കഴിഞ്ഞിട്ട് അർജുനനും കൃഷ്ണനും കൂടെ വരുന്ന കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടുപേരും കൂടെ വരുവാണ്. ഒരു സ്ഥലത്ത് വന്നപ്പം, ഇത് പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ള. അപ്പം അർജുനനോട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ അർജുനൻ ഇറങ്ങാതിരുന്നു, അല്ലെ? ഇറങ്ങാതിരിക്കുന്ന അവസരത്തില് ഭഗവാൻ നിർബന്ധിച്ചിറക്കുന്നു. അപ്പൊ അർജുനൻ വിചാരിച്ചു കൃഷ്ണൻ ഇറങ്ങിക്കോട്ടെ, കാരണം ഞാൻ ചെന്ന് ഇറങ്ങുമ്പോ എനിക്ക് ഇച്ചിരി ഒരു ക്രെഡിറ്റ്, ആ ഒരു ഭാവം എന്നുവെച്ചാൽ അർജുനൻ അതുണ്ടെന്നല്ല, ഒരു കഥയായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. അപ്പോഴങ്ങനെ അർജുനൻ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദൂരത്തിലായി. കുറെ കഴിഞ്ഞപ്പം ഭഗവാനും അതിൽ ഇറങ്ങുന്നു. ഉടൻ തന്നെ എന്ത് സംഭവിക്കുന്നു? ഉടൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കഥയാണ്, ആ രഥം പൊട്ടിത്തെറിച്ചിരിക്കുന്നു, അല്ലെ? അങ്ങനെ ആ രഥം പൊട്ടിത്തെറിക്കുന്നു. അപ്പൊ ഭഗവാന് എന്താണ് അർജുനനെ എങ്ങനെ സംരക്ഷിച്ചതെന്ന് ഓർത്ത് നോക്കൂ. ആദ്യമേ കൃഷ്ണൻ കൃഷ്ണൻ ഇറങ്ങുന്നല്ലേ പറഞ്ഞത് അർജുനനെ. അത് കേട്ടോണ്ട് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് കൃഷ്ണൻ ഇറങ്ങാമല്ലോ, അല്ലെ? അപ്പൊ അത് അർജുനനെ അവിടെ എന്താണ് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന പോലെ കൂടെ കൊണ്ട് നടന്നില്ലേ? അങ്ങനെ ഭഗവാൻ ഒരു ഭക്തനെ സഹായിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ സുദുർലഭമായിട്ടുള്ള ഈ ശരീരം നമ്മൾ ഭഗവാനെ ഓർക്കാനായിട്ട് എപ്പോഴും മനസ്സോ വൃത്തയോ നസ്യു കൃഷ്ണ പാദാംബുജാശ്രയ വാചോഭിധായി തീർന്നാം കായസ്തത്പ്രഹ്വണാദിഷു. എന്റെ വാക്കോ എന്റെ പ്രവൃത്തിയോ എല്ലാം ഭഗവാനിലേക്ക് അർപ്പിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പോകാം. അപ്പം ഭഗവത് സന്തൃപ്തിക്കായി യാതൊരുവിധ യജ്ഞങ്ങളും. അതായത് ഇത് ഇപ്പൊ പറഞ്ഞ ആ ശ്ലോകം ഏത് സ്കന്ധത്തിലെയാ? 10. പത്താം സ്കന്ധത്തിലെ എവിടെയാണ് ഗോപികമാരെ എല്ലാവരും കൂടി കൃഷ്ണൻ പോയി കഴിഞ്ഞില്ലേ? അപ്പം അദ്ദേഹം വരുന്നു, അക്രൂരാണോ ഉദ്ധവരാണോ വരുന്ന സമയത്ത്, അക്രൂരാന്ന് തോന്നുന്നു. കുറേ സാധനങ്ങളെല്ലാം ഗോപന്മാരെന്ത് ചെയ്തു കൊണ്ട് രഥത്തിൽ കയറ്റി വെക്കും കൊടുക്കാനായിട്ട്, കൃഷ്ണന് കൊടുക്കാനായിട്ട്. അത് നമ്മൾ കാണുന്ന പോലെ നമുക്ക് കാണാം അതിനകത്തത്. എന്താണ്, വെണ്ണയും പാലും, കൃഷ്ണന് ഇഷ്ടമുള്ളത് എന്തോ അതെല്ലാം കൊണ്ടുവച്ചു കൊടുക്കും ഗോപികമാരും വരികയും. അപ്പം അവര് ഗോപികമാരെ അവിടെ നിന്ന് അവർക്കൊന്നും കൊടുക്കാനില്ല, അവരുടെ മനസ്സേ കൊടുത്തിരിക്കുക. ഇനി എന്ത് കൊടുക്കാനാ കൃഷ്ണന്? അവരെ തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സോ വൃത്തയോ നസ്യു കൃഷ്ണ പാദാംബുജാശ്രയ വാചോഭിധായി നീർനാമ്യാം കായസ്തത്പ്രഹ്വണാദിഷു. ഇനി എനിക്ക് ഒന്നും തരാനില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി അങ്ങനെ ഭഗവാൻ അതെല്ലാം സ്വീകരിച്ചാൽ മാത്രം മതി എന്നുള്ളത് നമ്മളെപ്പോഴും പറയേണ്ട ഒരു ഇതാണ്. അതൊക്കെ അങ്ങനെയുള്ള ശ്ലോകങ്ങൾ നമ്മള് വാണീ ഗുണാനി കഥനേ ശ്രവണവും കഥായാം അത് ഇട്ട് തന്നു. എത്ര പേര് പഠിച്ചു? ആരെങ്കിലും പഠിച്ചോ? ആരെങ്കിലും ഒന്ന് പറയാമോ? അതെ, വാണീ ഗുണാനി കഥനേ ശ്രവണവും കഥായാം. ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ ഇതൊന്നും പഠിക്കില്ല. കാണാതറിയത്തില്ല മാതാജി. വായിക്കുന്നോ? ഡെയിലി വായിക്കുന്നുണ്ട്? അത് മതി. അപ്പൊ അതാണ് ഏറ്റവും വലുത്. അങ്ങനെ ഭഗവാന്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും അപ്രകാരം യജ്ഞം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഏതൊരു സ്ഥലത്തെയും രാജ്യത്തെയുമാണ് ബ്രഹ്മാവർത്തമെന്ന് പറയുന്നത്.
അന്ന് ബ്രഹ്മാവ് അനുഷ്ഠിച്ചു. നമ്മളിപ്പം ഭഗവാന്റെ ഈ മനുഷ്യരെ അപ്പൊ ഈ ഭഗവാനെ കുറിച്ചതെല്ലാം നടത്തുന്ന സ്ഥലത്തെ ബ്രഹ്മാവർത്തമെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളും ഉണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തും ഭഗവാന്റെ സംതൃപ്തിക്കായി ഭഗവത് ഭക്തന്മാർ ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ശ്രീമദ് ഭാഗവതത്തിൽ ഓരോന്നായി വിശദമാക്കി പറഞ്ഞു തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സത്യനിഷ്ഠയോടുകൂടി നമ്മൾ യജ്ഞങ്ങൾ നിർവഹിക്കുക. അപ്പം ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്തിൽ എന്തെല്ലാം കളത്തരങ്ങളാണ്. കലിയുഗം തുടങ്ങിയതേ ഉള്ളൂ അല്ലേ, 5000 വർഷങ്ങളല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി എത്ര വർഷം കിടക്കുന്നു. അപ്പം നമ്മൾ ആ 37,500 വർഷമാകുമ്പോഴത്തേക്ക് ഇവിടെ എന്തെല്ലാം നടന്നെന്നിരിക്കും. ഭാഗവതം പറയുന്നതൊക്കെ സത്യമായിട്ട് ഭവിക്കില്ലേ? നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ കലിയുഗത്തിൽ നമ്മളത് കേൾക്കുമ്പോഴും നമ്മൾ ആ യജ്ഞത്തിനെ, ഏതയജ്ഞത്തിനെ, സങ്കീർത്തന യജ്ഞത്തിനെ നമ്മള് പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരാണ് ഇതിന് പ്രചാരണം നടത്തിയത്? സങ്കീർത്തന യജ്ഞത്തിന് മഹാപ്രഭു തന്നതാണ് നമുക്കല്ലേ. അങ്ങനെ ലോകത്തെ ഈ കലിയുഗത്തിന്റെ സ്വാധീന പ്രഭാവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാനവരാശിയെ രക്ഷിക്കാൻ അത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഞാനപ്പൊ ഇന്ന് പറഞ്ഞ ശ്ലോകം ഏതാണ്? മനസ്സോ വൃത്തയോനസ്യു കൃഷ്ണപാദാംബുജാശ്രയ വാജോഭിധായി നീർനാംന കായസ്തത് പ്രഹുണാദിഷു. അപ്പൊ അത് പറയാൻ ശ്രമിക്കുക. വളരെ നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ട ശ്ലോകം. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തി. എന്താണ്? മാനുഷ്യം അർത്ഥതമനിത്യമധീഹധീര തൂർണം യേധ. അത്രയും പഠിച്ചാലും മതി. അത്രയും വാക്കുകളെങ്കിലും അത് മനസ്സിലാക്കിയാൽ നമ്മുടെ ശരീരം എന്തിനുള്ളതാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. സമയമായി. യസ്മിൻ ഹരിർഭഗവാനിത്യമാന ഇത്യാത്മമൂർത്തിർയജതാംശം തനോതി കാമാനമോഘൻ സ്ഥിരജംഗമാന അന്തർബഹിർവായുരിവൈഷാത്മാ. യസ്മിൻ ഹരിർഭഗവാനിത്യമാന ഇത്യാത്മമൂർത്തിർയജതാംശം തനോതി കാമാനമോഘൻ സ്ഥിരജംഗമാന അന്തർബഹിർവായുരിവൈഷാത്മാ. യസ്മിൻ, ഓരോ വാക്കുകളും നോക്കൂ. യസ്മിർ ഹരിഹി. യസ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള യജ്ഞാനുഷ്ഠാനത്തിൽ ഹരിഹി ഭഗവാൻ. ഹരിർ എന്ന് പറയുന്നത് വിസർഗമാണ്. ഹരിഹി ഭഗവാൻ ഇദ്യമാന. ഭഗവാൻ പരമദിവ്യോത്തമ വിഷ്ണുവായ ഭഗവാൻ ഇദ്യമാന ആരാധിക്കപ്പെടുകയാൽ. ഇദ്യമാന ഇത്യാത്മമൂർത്തിൽ. ഇത്യാത്മ എന്ന് വെച്ചാൽ എല്ലാ ആരാധ്യദേവന്മാരുടെയും സത്ത, ആരാധ്യദേവന്മാരുടെ തേജസ് എന്നും പറയും. ഇദ്യമാൻ ഇത്യാത്മമൂർത്തിർ. മൂർത്തി എന്ന് പറഞ്ഞാൽ രൂപം. മൂർത്തിർ. പിന്നെ യജതാംശം തനോതി. യജതാം ആരാധിക്കുന്നവർ. യജതാം ശം ക്ഷേമം. തനോതി വ്യാപിക്കുന്നു. ഇത്യാത്മമൂർത്തിർ യജതാംശം തനോതി കാമാനമോഹാൻ സ്ഥിരജംഗമാന. കാമാനമോഹാൻ, കാമാൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങള്. അമോഘാൻ എന്താണ്? അമോഘം എന്ന് പറഞ്ഞാൽ പവിത്രത മാറ്റരുത്, പരിശുദ്ധമായിരിക്കണം, പവിത്രത ലംഘിക്കരുതാത്ത. പിന്നെന്താണ്? സ്ഥിരജംഗമാന. ജംഗമങ്ങൾ എന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ? സ്ഥിരജംഗമാന ചരവും അചരവുമായ എല്ലാ വസ്തുക്കളും സ്ഥിരജംഗമാന. അന്തർബഹിർവായുരിവൈഷാത്മ. അന്തർ എന്ന് പറഞ്ഞാല് ആന്തരികമായിട്ടും, ബഹിർ വെളിയിലും, വായു വായു നമ്മുടെ വെളിയിലുമുണ്ട് അകത്തുണ്ട്. അതുപോലെ ഇവ എന്ന് പറഞ്ഞ പോലെ യേശ അവയിലെല്ലാം ആത്മാ ആത്മാവ് നിലകൊള്ളുന്നു. യസ്മിൻ ഹരിർഭഗവാനിത്യമാന ഇത്യാത്മമൂർത്തിർയജതാംശം തനോതി കാമാനമോഘാൻ സ്ഥിരജംഗമാനം അന്തർബഹിർവായുരിവൈഷാത്മാ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യസ്മിൻ ഹരിർഭഗവാനിജ്യമാന ഇജ്യാത്മമൂർത്തിർ യജതാംശം തനോതി കാമാനമോഹാൻ സ്ഥിരജംഗമാന
അന്തർബഹിർവായിരി വൈശ്യ ആത്മാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം ഒന്ന് വായിച്ച്. ആരുടെയിലാ പുസ്തകം ഉള്ളത്? വിവർത്തനം ശീലപ്രഭാത് കെ ജെ. ഹരേ കൃഷ്ണ. സർവയജ്ഞങ്ങൾ ഹരേ കൃഷ്ണ. സർവയജ്ഞങ്ങളിലും ഏതെങ്കിലും ഒരു പ്രത്യേക ദേവന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളിൽ പോലും പരമദിവ്യോത്തമ പുരുഷനെ ആരാധിക്കുന്നു. എന്തെന്നാൽ ഭഗവാൻ ഏവരുടെയും പരമാത്മാവാകുന്നു. മാത്രവുമല്ല, വായുവിനെ പോലെ ആന്തരികവും ബാഹ്യവുമായി അദ്ദേഹം സർവ്വതിലും നിലകൊള്ളുന്നു. ആകയാൽ ആരാധിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതും അദ്ദേഹം മാത്രമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാ യജ്ഞങ്ങളിലും ഏതെങ്കിലും ഒരു പ്രത്യേക ദേവന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്നതാണ് എല്ലാ യജ്ഞങ്ങളും. അപ്പൊ പക്ഷേ അവിടെ എല്ലാം എന്താണ് ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് എന്താണ്? എല്ലാം ആരിൽ സമർപ്പിക്കുന്നു എന്ന് പറയും? നാരായണായേതി സമർപ്പയാമി, അല്ലെ? അപ്പൊ ആ ഒരു യജ്ഞങ്ങളിൽ പോലും അത് ഏത് പ്രത്യേക ദേവന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളാണെങ്കിൽ പോലും പരമദിവ്യോത്തമ കൃഷ്ണനെ അതിനെല്ലാം ആരാധിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്നത് ആ വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പം വായുവിനെ പോലെ എന്താ ബുദ്ധിദേവി പറഞ്ഞത്? ബഹിരവസ്ഥിത, അല്ലെ? നമസ്യേ പുരുഷന്ത്വാദ്യം ഈശ്വരം പ്രകൃതേർപരം അലക്ഷ്യം സർവഭൂതാന ബഹിരവസ്ഥിതം. അതുപോലെ വായുവിനെ പോലെ ആന്തരികവും ബാഹ്യവുമായി അദ്ദേഹം സർവ്വതിലും നിലകൊള്ളുന്നുണ്ട്. അപ്പം വെളിയിലുമുണ്ട്, അകത്തുമുണ്ട്. അതുപോലെ ആരാധിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതും അദ്ദേഹം മാത്രമായിരിക്കും. അപ്പൊ എന്നുവെച്ചാൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ദേവനെ വേണേലും പ്രാർത്ഥിച്ചു, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എന്താണ് ഒരു കാര്യമുള്ളത് എന്താണ്? ഞാനാണ് അതിനെല്ലാം ആരെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അതിന് വേണ്ടി ഇത് തരേണ്ട സമയത്ത് തരുന്നത് ഞാൻ മാത്രമായിരിക്കും എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ വേണേ ആരെ വേണേ പ്രാർത്ഥിച്ചു. പക്ഷേ എന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് എൻ്റെ അടുത്ത് വരാം, അവരെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ അടുത്ത് പോകാം. പക്ഷേ ഇനിയും എന്തെല്ലാം ആരെ കുറിച്ചെല്ലാം പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഫലം തരാതെ ഒന്നും ഇരിക്കത്തില്ല. കാരണം തീർച്ചയായും അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എന്നിൽ നിന്നാണ് അത് വരുന്നത് എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ള ഒരു വാണിങ്ങാണ് അവിടെ ഭഗവാൻ നമുക്ക് തരുന്നത്. അപ്പം വായുവിനെ പോലെ ആന്തരികവും ബാഹ്യവുമായി അദ്ദേഹം സർവ്വതിലുമുണ്ട്. ആരാധിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതും അദ്ദേഹം മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മള് ദേവാരാധനയാണ് കൂടുതൽ ആൾക്കാർക്കും ഉള്ളത്. ഇപ്പൊ തന്നെ ഈ ഇത്രയും പേരിരിക്കുന്നെങ്കിലും സത്യസന്ധമായിട്ട് നിങ്ങളൊക്കെ പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും എനിക്കറിയാം പല ദേവതകളെയും ആരാധിക്കുന്നവരായിരിക്കും, അല്ലെ? മനസ്സിൽ തൊട്ടറിഞ്ഞ് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. കാരണം അത്രയും എത്തിയിട്ടില്ല. ഭഗവാൻ തന്നെ മതി എന്നുള്ള ആ ചിന്തയിലേക്ക് എത്തിയിട്ടുള്ളവർ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ദേവന ആരാധന അവർക്ക് എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം. നേരത്തെ മനുഷ്യർ എങ്ങനെയാണ് ഓരോ ദൈവങ്ങളെ, തിങ്കളാഴ്ച ഒരു ദേവൻ, ചൊവ്വാഴ്ച ഒരു ദേവൻ, ബുധനാഴ്ച ഒരു ദേവൻ, അങ്ങനെ ഓടി നടക്കും, അല്ലെ? ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓരോ അമ്പലങ്ങളിലേക്ക് ഇങ്ങനെ ഓടുന്നത് നമ്മൾ കാണാം. അപ്പൊ അങ്ങനെ ഓരോരുത്തരെയും അങ്ങനെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി അവർക്കായിട്ട് യാഗാഗ്നിയിൽ നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാലും എല്ലാവിധ യജ്ഞാർപ്പണങ്ങളും അങ്ങനെ ഒരു പ്രതിഫലം പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ് എന്നും യജ്ഞകർമ്മി പരമദിവ്യോത്തമ പുരുഷനാണ് എന്നും നമ്മള് മനസ്സിലാക്കാതിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ യജ്ഞം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാവിധ ക്ഷേമങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നത് പരമപുരുഷനായ ഭഗവാൻ മാത്രമാണ്. ചരവും അചരവുമായ ഏതിൻ്റെയും പരമാത്മാവ് അഥവാ ചൈതന്യമൂർത്തി ഭഗവാനാകയാൽ ഉപാസിക്കപ്പെട്ടാൽ പോലും ഭഗവത് അനുമതി കൂടാതെ ദേവന്മാർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ ഭാവാർത്ഥം വളരെ പ്രധാനമാണ്. നമ്മളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുമാണ്. അപ്പൊ ഭഗവാൻ പറയുന്ന ആ ശ്ലോകം ഇവിടെ ശ്രീലപ്രഭുപാദൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? യപ്യന്യ ദേവതാഭക്ത യജന്തേ ശ്രദ്ധയന്യത യഥേപി മാമേവ കൗന്ദേയ യജന്തി അവിധിപൂർവകം. അപ്പൊ നമ്മളെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എല്ലാവരും എന്നിൽ വരും. ഇവിടെ ഈ ലോകത്തിൽ വന്നിരിക്കുന്ന സർവമാന ആൾക്കാരും തിരിച്ചെന്റെ അടുത്ത് വരും. പക്ഷേ അതിന് സ്വീകരിക്കുന്ന വഴി ചിലർ എളുപ്പമാർഗമാണ് സ്വീകരിക്കുന്നത്, ചിലർ വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നത്.
അപ്പം വളഞ്ഞ വഴിയിൽ കൂടി പോകുന്നവർക്ക് എന്താണ് പ്രയാസമേറും എന്ന് വെച്ചാൽ കാലം താമസിക്കും. നേരെ വരുന്നവർക്ക് നേരെ ഇങ്ങി വരാം. നമ്മൾ പറയത്തില്ലേ, മൂക്കിൽ തൊടാൻ എന്താണ് ഇങ്ങനെ തൊടുന്നത് പോലെയും കൈ നേരെ പിടിക്കുന്നത് പോലെയും അല്ലെങ്കിൽ വളച്ചുകൊണ്ട് തൊടുന്നത് പോലെയും നമ്മളാണ് ഇതെന്ന് പറയുകയാണ്. അപ്പൊ എങ്ങനെയാണ്, അപ്പൊ അതിന്റെ ഒരു ശ്ലോകമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നേരെ എൻ്റെ അടുത്ത് വരും, എന്നെ എന്താണ് ആ ഒരു അങ്ങനെ ആചരിക്കുന്നവർക്ക് എൻ്റെ അടുത്ത് വരാൻ കാലതാമസം വരും എന്ന് ഏത് ശ്ലോകത്തിൽ എവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ എന്താണ് നേരിട്ട് ആരാധിക്കുന്നവർക്ക് അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അറിയാമോ? പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. എന്താണ്? 9:20 ഭഗവത്ഗീതയിലല്ലേ ഭഗവാൻ? ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞത്? 21-ാമത്തെ ശ്ലോകം. മയ്യാവേശ്യ മനോയേ മാം നിത്യയുക്താ ഉപാസതേ സധയാ പരയോപേതഃ തേ യുക്തതമാ മതഃ യേ ത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം. എന്നുവെച്ചാൽ എന്താണ്? എന്നെ തന്നെ ഉപാസിക്കുന്നവർക്ക് നേരിട്ട് എൻ്റെ അടുത്ത് വരാം, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഏത്വക്ഷരം അനിർദ്ദേശ്യം എൻ്റെ അംശങ്ങളാണ്, ഞാൻ തന്നെയാണ് ഈ കാണുന്നതല്ല. ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മമായിട്ട് കാണുന്നത് സർവ്വതും ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പൊ സർവ്വദേവതാമയങ്ങളെയും ആചരിച്ചുകൊണ്ട് അവിടെ എല്ലാം ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് അവരിൽ കൂടി വരുന്നവരുമുണ്ട്. അപ്പൊ അവര് വന്നാലും എവിടെ തന്നെ വരും? എൻ്റെ അടുത്താണ് വരുന്നത്. അപ്പൊ അങ്ങനെ അവ്യക്തമായിട്ടുള്ള അതിനെ ആചരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയാലും തിരിച്ച് എൻ്റെ അടുത്ത് വന്നേ പറ്റി, അവരിൽ കൂടി എൻ്റെ അടുത്ത് വന്നേ പറ്റിയുള്ളൂ. നമ്മൾ പറയത്തില്ലേ, ശിവനാണ് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയും അല്ലെ, ശിവതത്വമാണ് എന്ന് പറയും. കാരണം ഇവർക്ക് ശിവനോടാണ് ഏറ്റവും അടുപ്പമുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യും? ശിവനെ പ്രാർത്ഥിക്കും. അപ്പൊ ആ ശിവനിൽ കൂടി പരമശിവനിൽ കൂടി ശിവൻ നമ്മളെ കൊണ്ട് ഭഗവാനിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് നമുക്കത് അല്ലെ. അപ്പം ആ ദേശാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്മാവിനെ ചിരാത്മാർത്ത അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ നമ്മുടെ ശ്ലോകത്തിന്. അപ്പൊ അത് എവിടെ പോയാലും ഏപ്യന്യ ദേവതാഭക്തായ എന്തേ ശ്രദ്ധയന്യതാ മമേവ ഗന്തി അതിഥിപൂർവകം. അപ്പം മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവ്വം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്, ഹേ കുന്തിപുത്ര എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ഏകനാണ്, ദ്വൈതനല്ല എന്നും അതുപോലെ മറ്റൊരു ദൈവവും ഇല്ല, ഭഗവാനാണ്, ഭഗവാന്റെ അംശങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുപോലെ അതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഈ ക്ലാസ് കേട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പ്രാവർത്തികമാക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അപ്പം ഭൗതികവും ഗുണപരമായി ഭഗവത് പ്രതിരൂപങ്ങളിൽ ശ്രദ്ധ വ്യതിരിപ്പിക്കാതെ നേരിട്ട് പരമകൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് എത്രത്തോളം എൻ്റെ അടുത്തേക്ക് എളുപ്പം വരാം. അത്രത്തോളം പണ്ഡിതരല്ലാത്തവർ ലൗകികമായ ഗുണപ്രതിരൂപങ്ങളെ ആരാധിക്കുകയും അവരുടെ ഉപാസന അങ്ങനെയുള്ള പ്രകാരത്തിലായതാൽ അനൗപചാരികമായിട്ടും അവരെൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ തന്നെയാണ് ഈ കാണുന്ന സർവ ദേവന്മാരും എന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏതെല്ലാം അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലേ? ഏതൊക്കെ അവതാരം എടുത്തിട്ടുണ്ട്? കൃഷ്ണാവതാരം എടുത്തിട്ടുണ്ട്, ഗുണാവതാരം എടുത്തിട്ടുണ്ട് അല്ലെ? ഗുണാവതാരം, ലീലാവതാരം, ആവേശാവതാരം, ഭഗവതാവേശാവതാരം, വിഭൂതികള് അല്ലെ, മന്വന്തരാവതാരം, അതുപോലെ യുഗാവതാരങ്ങള്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ഗുണാവതാരത്തെ പിടിക്കണമെങ്കിൽ നിങ്ങൾ ഗുണാവതാരത്തെ പിടിച്ചു. ആരെ പിടിച്ചാലും ശരി, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നേ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവസാനിപ്പിക്കുന്നു. അതുപോലെ എവിടെയും നമുക്കത് മനസ്സിലാകും. ഹരേ കൃഷ്ണ. സമയമായി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, നമ്മളിപ്പം മരിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരു യാതന ശരീരം കിട്ടും.